ഒരു വ്യക്തിയുടെ സമഗ്രമായ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാരം റബ്ബിനോട് പറയലാണോ അതോ പടപ്പുകളോട് പറയലാണോ? നമ്മുടെ ഉസ്താദുമാർ മുന്നോട്ട് വെക്കുന്ന ശാസ്ത്രമനുസരിച്ച്, അവരുടെ പുസ്തകങ്ങളിൽ അവർ എഴുതി വെച്ചതനുസരിച്ച് എന്താ, അള്ളാഹുവിനോട് ചോദിക്കുന്നതിനേക്കാളും ഔലിയാക്കളോട് ചോദിക്കുന്നതാണ് ഏറ്റവും വേഗത്തിൽ കിട്ടാൻ നല്ലത് നടക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ നിലപാട്? നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ ഈ നിലപാട്? മരിക്കണ നേരത്ത് യാ ഷേഖ് യാ മുഹീദ്ദീൻ എന്നാണോ വിളിക്കേണ്ടത്, യാ അല്ലാഹ് എന്നാണോ വിളിക്കേണ്ടത്? പച്ചക്ക് എന്താ അങ്ങനെ വിളിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ആശയത്തിലേക്കാണ് ആളുകൾ എത്തിക്കുന്നത്. ഇതിന് എന്തെങ്കിലും പ്രമാണങ്ങളുടെ പിന്തുണയുണ്ടോ? നോക്കൂ നിങ്ങൾ, ഒരു വിശ്വാസി അവൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചോനെ, നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രമേ ഞാൻ സഹായതേട്ടം നടത്തുള്ളൂ. ഇത് പറഞ്ഞല്ലേ നമ്മൾ തുടങ്ങണത്. ഇതിൽ സ്വാഭാവികമായിട്ടും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രമേ സഹായതേട്ടം നടത്തുള്ളൂ എന്നുള്ള ഇതിലെ ഈ മാത്രം വലിയൊരു പ്രശ്നമായപ്പോൾ ചില ആളുകളൊക്കെ ഈ മാത്രം ഒഴിവാക്കാനുള്ള വലിയ പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ഈ മാത്രം ഒരു തട്ടിപ്പാണ്, വെട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ്. നിങ്ങൾ മഹാരഥന്മാരായ സമസ്തയിൽ കഴിഞ്ഞുപോയ, സമസ്തയിൽ ഉള്ളവർ മഹാരഥന്മാരായി വിശ്വസിക്കുന്ന, അവർ നെഞ്ചിൻ കൂട്ടിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കുറേ പണ്ഡിതന്മാരുണ്ട്. വലിയ കാളിമ്പിച്ച് കോയത്തങ്ങൾ, അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി പോലുള്ള മരണപ്പെട്ടു പോയ ആളുകൾ, അവരൊക്കെ തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട്. ആ തഫ്സീറുകളിൽ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്നുള്ളതിന് കൊടുത്ത അർത്ഥം എന്താ? ചില ആളുകളൊക്കെ പറഞ്ഞത് അത് മുജാഹിദുകളുടെ ദുർവ്യാഖ്യാനാണ് അതിലെ മാത്രം എന്നാണ്. എന്നാൽ അവരൊക്കെ ഈ അർത്ഥം കൊടുത്തത്. അങ്ങനെ പ്രതിജ്ഞ എടുക്കുന്ന ഒരു വിശ്വാസിയോട് ഖുർആൻ പറയാ, ഖുർആനിന്റെ സൂറത്തു ബഖറ 2-ാമത്തെ സൂറത്തിന്റെ 186-ാമത്തെ വചനം എന്താ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ ഫല്ലസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. ഈ ആയത്തൊന്ന് മനസ്സ് തുറന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടോ? നമ്മൾ മൊബൈലും എത്ര മണിക്കൂർ ഇരിക്കും? ഖുർആനും നമ്മൾ എത്ര മണിക്കൂറാണ് ഇരിക്കല്? അതിലെ ആയത്തുകളൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ? വൈദാ സഅലക ഇബാദി അന്നി, എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് ചോദിച്ചാൽ അങ്ങ് പറയണം നബിയേ, ഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണെന്ന്, ഉജീബു ദഅവത്തദ് ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന്, ഫല്ലസ്തജീബൂ ലി, അവരെന്നോട് പ്രാർത്ഥിക്കട്ടെ, വൽയുഅ്മിനൂ ബി, അവരെന്നെ വിശ്വസിക്കട്ടെ, അവർക്ക് നേർമാർഗം ലഭിക്കും.